നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു ഇടക്കാലത്തിന് ശേഷം വീണ്ടും മഴ ശക്തി പ്രാപിക്കുകയാണ്. ഇന്നും നാളെയും മറ്റന്നാളുമെല്ലാം മഴ മുന്നറിയിപ്പുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ വരും ദിവസങ്ങളിലെ മഴ സാധ്യതാ പ്രവചനം നോക്കാം. വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, വയനാട്, കണ്ണൂർ ജില്ലകളിൽ മഞ്ഞ അലർട്ടാണ്. നാളെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലും മറ്റന്നാൾ പാലക്കാട്, മലപ്പുറം ജില്ലകളിലും അതുപോലെ തന്നെ 13-ാം തീയതി ഇടുക്കി, തൃശൂർ ജില്ലകളിലും മഞ്ഞ അലർട്ടാണ്. ഈ ജില്ലകളിൽ വരുന്ന 5 ദിവസം മഴയുണ്ടാകും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ജാഗ്രതയോടെ ആയിരിക്കുക. മഴയുള്ള സമയത്ത് പാലിക്കേണ്ടതായിട്ടുള്ള ജാഗ്രതകളൊക്കെ പാലിച്ച് വളരെ ജാഗ്രതയോടെ തന്നെ ആയിരിക്കേണ്ട സാഹചര്യം. മത്സ്യത്തൊഴിലാളി ജാഗ്രതാ നിർദ്ദേശം നോക്കാം. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മാത്രമല്ല, ഇന്ന് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. മാത്രമല്ല, ഇന്നും നാളെയും തെക്കൻ തമിഴ്നാട് തീരം, ഗൾഫ് ഓഫ് മന്നാർ, അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം, മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ, അതിനോട് ചേർന്ന വടക്ക് പടിഞ്ഞാറൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. മുന്നറിയിപ്പുള്ള പ്രദേശങ്ങളിൽ തീർച്ചയായിട്ടും മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ല എന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. അതായത് 12-ാം തീയതി വരെ ഇടിമിന്നലോട് കൂടിയുള്ള മഴയ്ക്കാണ് സാധ്യത. ഇടിമിന്നൽ അപകടകാരികളാണ്, ജാഗ്രത പാലിക്കേണ്ട സാഹചര്യമാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇടിമിന്നൽ സമയത്ത് സ്വീകരിക്കേണ്ട ജാഗ്രതകളൊക്കെ, മുന്നറിയിപ്പുകൾ, നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിച്ച് വളരെ സുരക്ഷിതരായിട്ടിരിക്കുക. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക. തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നൽ ഏൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടുക. വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതെ ഇരിക്കുക. കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. വൈദ്യുതോപകരണങ്ങളുമായുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കുക. ഇങ്ങനത്തെയുള്ള ജാഗ്രതാ നിർദ്ദേശമൊക്കെ പാലിക്കുക. വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. തീർച്ചയായിട്ടും കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പൊന്നും തെറ്റാറില്ല. അതുകൊണ്ട് തന്നെ ഈ ജില്ലകളിലുള്ളവർ, മഴ മുന്നറിയിപ്പുള്ള ജില്ലകളിലുള്ളവരൊക്കെ ജാഗ്രതയോടെ തന്നെ മഴയുണ്ടാകുമെന്ന ഒരു കരുതലോടെ തന്നെ ആയിരിക്കേണ്ടതാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.